ഹേ എവ്രിവൺ, 2026 ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്, മനസ്സിലാക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്, അതിലെ ഇ-കോമേഴ്സോടെ സൈഡിൽ നിന്നുള്ള ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോ സീരീസ്. അതിലെ ആദ്യത്തെ മോഡ്യൂളായിട്ടുള്ള ദ ബേസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ, വർക്കിംഗ് പ്രൊഫഷണൽ ആണോ, ഫ്രീലാൻസർ ആണോ, ബിസിനസ് ചെയ്യുന്ന ആളാണോ, ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കാണുകയും കൃത്യമായിട്ട് നോട്ട് എടുക്കാൻ കൂടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് എന്തുകൊണ്ട് ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പോയാലോ? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ നമ്മൾ ടോട്ടൽ 4 പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ പോയിട്ടുള്ള 2 റിയൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ തന്നെ ഒരു കോണ്ടെക്സ്റ്റ് കിട്ടും. 2, അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള എന്തുകൊണ്ട് നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്ലാരിറ്റി കിട്ടും. മൂന്നാമതായിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ ഒരു കോൺസെപ്റ്റുമായി കണക്ട് ആയിട്ട് നടന്നിട്ടുള്ള ഒരു റിയൽ ലൈഫ് സെനാരിയോ കൂടെ നമ്മൾ പോകും. ആൻഡ് ഫൈനലി എന്താണ് ദ അൾട്ടിമേറ്റ് ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. സോ പാർട്ട് 1, കുറച്ച് എക്സാമ്പിൾസിലൂടെ പോകാം. ഞാൻ ഒരു ദിവസം എൻ്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു സ്കിൻ ഡോക്ടർ സ്കിന്നുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടിപ്പ് പറയുന്ന വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ആളുടെ പ്രൊഫൈലിലേക്ക് കയറി നോക്കി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം അതിലൊരു 5, 8, 10 വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. പിന്നെ ഞാൻ എൻ്റെ സാധാരണ സ്ക്രോളിങ്ങിലേക്ക് തന്നെ അഗെയിൻ പോയി. പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം എൻ്റെ ഫേസിൽ കുറച്ച് പിമ്പിൾസ് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കൊരു സ്കിൻ ഡോക്ടറെ കാണിക്കണം എന്ന് തോന്നിയപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഫേസ് ആയിരുന്നു. എനിക്ക് ബ്രാൻഡിൻ്റെ പേരൊന്നും ഓർമ്മയില്ല, ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. പിന്നീട് ഞാൻ സ്കിൻ ഡോക്ടർ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പോയി കണ്ടുപിടിച്ച് ഈ ആളുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് ഞാൻ നോക്കി. അപ്പോൾ അപ്പോയിൻമെൻറ്റ് നോക്കിയ സമയത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അപ്പോയിൻമെൻറ്റ് അവൈലബിൾ ആയിട്ട് പോലും ഉള്ളൂ. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്താലോ? ഞാൻ സാധാരണ സ്ക്രോൾ ചെയ്യുന്നു, എനിക്ക് കണക്ട് ആകുന്ന സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണുന്നു. അപ്പോൾ ആളുടെ പ്രൊഫൈലിലേക്ക് കയറി 8, 10 വീഡിയോസ് ഞാൻ കാണുന്നു. അവിടെ എനിക്ക് ആ ഒരു ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ഒക്കെ ബിൽഡ് ആകുന്നുണ്ട്. പിന്നീട് എനിക്കിതുമായി കണക്ട് ചെയ്തൊരു ആവശ്യം വന്ന സമയത്ത് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള പേര് ഈ ആളുടേതാണ്. അങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ആൾക്ക് ഓൾറെഡി നല്ല രീതിയിൽ ബിസിനസ് സംഭവിക്കുന്നുണ്ട്. നൗ എക്സാമ്പിൾ നമ്പർ 2 റീസെൻ്റ്ലി സംഭവിച്ചിട്ടുള്ളതാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു ആക്ടർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാനായിട്ട് ഒരാളുടെ ആവശ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞ് എന്നെ കണക്ട് ചെയ്തു. അപ്പോൾ ഈ ആൾക്ക് റെഫർ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ വന്നത് മുമ്പ് ഞാൻ ലിങ്ക്ഡിനിൽ കണ്ടിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. ഞാൻ ലിങ്ക്ഡിനിൽ ആളുടെ പോസ്റ്റ് മൾട്ടിപ്പിൾ തവണ കണ്ടിട്ടുണ്ട്. ആളുടെ പ്രൊഫൈലിലേക്ക് ഞാൻ കയറി നോക്കിയിട്ടുണ്ട്. ആളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ വെറുതെ അന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലുള്ളൊരു പ്രൊഫൈലാണ്. ഈ ആൾ ഈ ഒരു റിക്വയർമെൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഈ ഒരു പ്രൊഫൈൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്ത് ഈ ആൾക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്തു. ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒരു റിക്വയർമെൻറ്റ് വരുന്നു. ഈ റിക്വയർമെൻറ്റിൽ എനിക്ക് കണക്ട് ആവുന്ന ഒരു പേഴ്സണെ ഞാൻ ഡയറക്റ്റ്ലി ഈ ആൾക്ക് റെഫർ ചെയ്യുന്നു. ഈ 2 സിനാരിയോ റെഡി അല്ലേ? പാർട്ട് നമ്പർ 2, ഇതുമായി കണക്ട് ആകുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പത്തെ ചാപ്റ്ററിലേക്ക് ഒന്ന് തിരിച്ചു പോയാലോ? നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ബ്രാൻഡിങ് ചെയ്യുന്നത് വഴി നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ കമ്പനി അറിയുന്ന കൂടുതൽ ആളുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം. സെൻറ്ററിലുള്ളത് ഞാനാണ്. ഇത് എൻ്റെ ഒരു സർക്കിളാണ്. ഈ സർക്കിളിനകത്തുള്ള ഓരോ ആളുകളും എന്നെ അറിയുന്ന ആളുകളാണ്. അതായത് എന്താണ് ഷാദിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, ഷാദിൻ്റെ സ്കിൽസ് എന്താണ്, ഷാദ് എന്തിലാണ് വർക്ക് ചെയ്യണത്, ഏകദേശം എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുള്ള ആൾക്കാരാണ് എൻ്റെ ഈ ഒരു സർക്കിളിലുള്ളത്. ഈ സർക്കിളിനെ നമുക്ക് സർഫസ് ഏരിയ എന്ന് വിളിക്കാം. അപ്പോൾ എൻ്റെ സർഫസ് ഏരിയയുടെ ഉള്ളിലുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്നെ ഓൾറെഡി അറിയുന്ന, എന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടുള്ള ആളുകളാണ്. എങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുക? ഇൻസ്റ്റഗ്രാമിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും നെറ്റ്വർക്കിംഗ് ഇവൻറ്റിൽ എന്നെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ റാൻഡംലി ആരെങ്കിലും പറഞ്ഞുകൊണ്ട് അറിയുന്നുണ്ടായിരിക്കും. ഇതൊക്കെ വഴി എന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടുള്ള ആളുകളാണ് എൻ്റെ ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. നാളെ ഇതിനകത്തുള്ള ഒരാൾക്ക്, ലെറ്റ്സ് സേ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കപ്പെടുന്നു. നിങ്ങൾ എൻ്റെ ഈ ഒരു സർഫസ് ഏരിയൻ്റെ ഉള്ളിലേക്ക് കയറപ്പെടുന്നു. നാളെ പേഴ്സണൽ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു ആവശ്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ
നിങ്ങൾ എന്നെ കണക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത അവിടെ ഇല്ലേ? ഇനി പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത 2 സിനാരിയോയിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സെന്ററിലുള്ളത് ആ ഡോക്ടറാണ്. ഡോക്ടറുടെ സർഫസ് ഏരിയയിലേക്ക് വീഡിയോ കണ്ടുകൊണ്ട്, ഇൻസ്റ്റഗ്രാമിലെ റീൽ കണ്ടുകൊണ്ട് ഞാൻ കയറുന്നു. നാളെ എനിക്ക് സ്കിന്നുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ ഡോക്ടറെ റീകോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രാൻഡ് റീകോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു, ഞാൻ ഈ ഡോക്ടറെ കണക്ട് ചെയ്യുന്നു. സെക്കൻഡ് സിനാരിയോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് സെന്ററിലുള്ളത്. ആളുടെ സർഫസ് ഏരിയയിൽ ഞാനുണ്ട്. ആളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലെ കോണ്ടന്റുകൾ കൺസ്യൂം ചെയ്തുകൊണ്ട് ഞാൻ സർഫസ് ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട്. നാളെ ഒരാൾ എൻ്റെ അടുത്ത് ആ ആളുമായി ബന്ധപ്പെട്ടൊരു ഓപ്പർച്യൂണിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് ഈ ആളെ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റി, ഇയാൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പേഴ്സണൽ ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത് എന്തിനാ? കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ടും കൂടുതൽ ആളുകളിലേക്ക്, റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് പെർസെപ്ഷൻ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടല്ലേ? അതായത് നമ്മളുടെ സർഫസ് ഏരിയ വലുതാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് ചെയ്യണത്? ഇവിടെ ഓൾറെഡി നമുക്ക് ക്ലിയർ ആണ്, നമ്മുടെ സർഫസ് ഏരിയ വലുതാണെന്നുണ്ടെങ്കിൽ, റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മളുടെ സർഫസ് ഏരിയൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഇല്ലേ? സോ ദ ഇക്വേഷൻ ഇസ് ദിസ്: personal branding activities is equal to more surface area. So more surface area is equal to more opportunities. Hence proved what? Personal branding is equal to more opportunities. നിങ്ങളൊരു ഫ്രീലാൻസർ ആണോ? നിങ്ങളുടെ സർഫസ് ഏരിയയിലേക്ക് നിങ്ങളുമായി വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ, അതിനുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സർഫസ് ഏരിയ വലുതാവുകയാണെങ്കിൽ അതുവഴി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടിയെത്താനായിട്ടുള്ള ചാൻസ് ഇല്ലേ? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ? നിങ്ങളുടെ സർഫസ് ഏരിയ ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത് അതുവഴി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇല്ലേ? അല്ലെങ്കിൽ ഏതൊരു കരിയർ റോളുള്ള ആളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സർഫസ് ഏരിയ വലുതാണെന്നുണ്ടെങ്കിൽ, റൈറ്റ് ആയിട്ടുള്ള ആളുകൾ അതിനകത്തുണ്ടെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ അല്ലേ? കോംപ്ലിക്കേഷൻ ഒക്കെ എടുത്തു കളഞ്ഞോ? ബേസിക്കലി ഇത്രയേ ഉള്ളൂ. പേഴ്സണൽ ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് വഴി നമ്മൾ കൂടുതൽ സർഫസ് ഏരിയ ബിൽഡ് ചെയ്യുന്നു. നമുക്കറിയാം, സർഫസ് ഏരിയ എനിക്ക് കൂട്ടാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സിംപ്ലി പേഴ്സണൽ ബ്രാൻഡിങ് ഇസ് ഈക്വൽ ടു മോർ ഓപ്പർച്യൂണിറ്റീസ്. സോ പാർട്ട് 3ലേക്ക് പോകാം. എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു പേഴ്സണൽ എക്സാമ്പിൾ ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആണല്ലോ നമ്മൾ ആദ്യത്തെ ജോബ്. എൻ്റെ ആദ്യത്തെ ജോബ് എനിക്ക് കിട്ടുന്നത് ഈ ഒരു കോൺസെപ്റ്റ് വഴിയാണ്. ഞാനാണ് സെൻറ്ററിലുള്ളത്, ഇത് എൻ്റെ സർഫസ് ഏരിയ. അന്ന് ഇതൊന്നും അറിഞ്ഞിട്ടല്ല, എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, വളരെ കുറച്ച് ആളുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ചാനൽ. 2019-ലാണിത്. എൻ്റെ സർഫസ് ഏരിയൻ്റെ ഉള്ളിലേക്ക് ഒരു ദിവസം ഒരു കമ്പനിയുടെ ഫൗണ്ടർ വന്നു. എൻ്റെ യൂട്യൂബിലെ ഒരു വീഡിയോ കാണാനായിട്ടിടയായി. അത് കണ്ടതോടുകൂടി ആൾക്ക് എന്നോടുള്ള പെർസ്പെക്റ്റീവ് ബിൽഡ് ആവുകയും ആളെൻ്റെ സർഫസ് ഏരിയയിലേക്ക് വരികയും ചെയ്തു. അന്ന് ആളുടെ കയ്യിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാം റീൽ ഒന്നുമില്ല. അന്ന് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എറയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു പീരീഡാണ്. ആള് അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്ററെ ഹയർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ആൾക്ക് എന്നെ കുറിച്ച് ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമെന്നും പ്രസന്റ് ചെയ്യുമെന്നും എഡിറ്റ് ഒക്കെ ചെയ്തോളും എന്നുള്ള പെർസ്പെക്റ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ ആൾ എന്നെ കണക്ട് ചെയ്യുകയും എൻ്റെ ആദ്യത്തെ ജോബ് എനിക്ക് കിട്ടുകയും ചെയ്തു. ആൻഡ് ആ ഒരു അനുഭവം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ എവിടെ പറയുമ്പോഴും എനിക്ക് വളരെ പേഴ്സണൽ ആണ്. Now part 4. The ultimate equation ഇതാണ്. നിങ്ങൾക്ക് എത്രത്തോളം വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, നിങ്ങൾക്ക് എത്രത്തോളം റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്താൻ വേണ്ടി പറ്റുമോ, നിങ്ങൾക്ക് എത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ അട്രാക്ട് ചെയ്യും. വെറുതെ അല്ല, ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറയല്ലോ, പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് വരുമെന്ന്. ഇതുപോലെ തന്നെയാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങും. നിങ്ങളുടെ ആദ്യത്തെ വർഷം അല്ലെങ്കിൽ ആദ്യത്തെ 2 വർഷത്തെ ജേർണി ആയിരിക്കില്ല പേഴ്സണൽ ബ്രാൻഡിങ്ങുമായി കണക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അടുത്ത 2 വർഷം. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസും കോമ്പൗണ്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ഒരു 5-6 വർഷത്തെ എൻ്റെ ജേർണി തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പാറ്റേൺ ആണ് സംഭവിച്ചിട്ടുള്ളത്. ആദ്യത്തെ 1-2 വർഷം കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് അല്ല എനിക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കോമ്പൗണ്ട് ആയിട്ട് എനിക്ക് വരുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ആൻഡ് പലപ്പോഴും ഇതൊന്ന് സോഷ്യൽ മീഡിയയും കൂടി ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു നെവർ നോ, നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സർഫസ് ഏരിയയിലേക്ക് എൻ്റർ ആകുന്ന അപ്പുറത്തെ ആള് ആരാണ് എന്നുള്ളത്.
പലരും മേ ബി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ സ്കിൽസിനെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ എക്സ്പീരിയൻസിനെയും എക്സ്പെർട്ടീസിനെയും വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഓപ്പർച്യൂണിറ്റി അടുത്തൊരു 2-3 വർഷത്തിൽ മേ ബി കോമ്പൗണ്ട് ആയിട്ട് നിങ്ങളിലേക്ക് വരാനുള്ളതായിരിക്കും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തതിൽ 2026 ശരിക്ക് പേഴ്സണൽ ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സർഫസ് ഏരിയ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചാനൽ ഏതാണ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയമില്ലല്ലോ, ദാറ്റ് ഈസ് സോഷ്യൽ മീഡിയ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് അടുത്ത ചാപ്റ്ററിൽ അല്ലെങ്കിൽ അടുത്ത മോഡ്യൂൾ മുതൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. താങ്ക് യു സോ മച്ച് ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്നതിന്. ഉറപ്പായിട്ടും കമൻസിൽ അറിയിക്കുക എങ്ങനെ ഈ സീരീസ് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക ഈ സീരീസ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ.